ദൃശ്യം 3 കാണാൻ പോയേ. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് സിനിമ കാണാൻ പോയത്. അപ്പോൾ ഞാൻ ആലോചിച്ചു നിങ്ങളോട് ഇനി അടുത്ത കാര്യം പറയുമ്പോൾ ഒറ്റയ്ക്ക് സിനിമ കാണാൻ പോയിട്ടുണ്ടോ എന്ന് ചോദിക്കാറ്. ഞാൻ ഒറ്റയ്ക്ക് സിനിമ കാണാൻ പോയി തുടങ്ങിയിട്ട് വളരെ കുറച്ച് കാലമായിട്ടുള്ളൂ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ട് കണ്ട സിനിമ എന്ന് പറയുന്നത് മാമന്നനാണെന്ന്. തിയേറ്ററിൽ ഒറ്റയ്ക്ക് കാണാൻ പോയത്. അതങ്ങനെ പേർപ്പസ്ഫുള്ളി ഒറ്റയ്ക്ക് കാണാൻ പോയതല്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചെറുതായിരിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുമല്ലോ ഒരു ഗ്രൂപ്പായിട്ടുള്ള ആൾക്കാരുടെ കൂടെ പോയിട്ട് നമ്മൾ ഭയങ്കര സന്തോഷമായിട്ട് സിനിമ കാണാൻ പോവാം, ഉത്സവത്തിന് പോവാം, അതല്ലെങ്കിൽ പുറത്തേക്കൊക്കെ ടൗണിലോട്ടൊക്കെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോവാം, അല്ലെങ്കിൽ ഫാമിലീൻ്റെ കൂടെ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് ടൂറ് പോവുക. ഇതൊക്കെ നമ്മുടെ ഭയങ്കര ഫോണ്ടായിട്ടുള്ള മെമ്മറീസ് ആയിരിക്കും. പക്ഷെ ഒറ്റയ്ക്ക് പോകുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കതൊരു ലോൺലിനെസ്സിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. അത്രയ്ക്ക് സുഖമൊന്നും ഉണ്ടാകത്തില്ല. അപ്പം എനിക്കും അതത്ര സുഖമുള്ള കാര്യമായിരുന്നില്ല. എനിക്കിപ്പോൾ ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റിൽ നമ്മളിപ്പോൾ എല്ലാവരും കൂടെ പോയിരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു ടേബിളിൽ ഒരാൾ ഒറ്റയ്ക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് കണ്ടാൽ എനിക്ക് അയാളോട് പാവം തോന്നുമായിരുന്നു. അയ്യോ ആരുമില്ലാതെ ഒറ്റയ്ക്ക് കഴിക്കുവാണല്ലോ, എന്തായിരിക്കും അയാളുടെ കൂടെ ആരും ഇല്ലാത്തത് എന്നൊക്കെ എനിക്ക് തോന്നും. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാവുമായിരുന്നേ. പക്ഷേ പിന്നെ സിനിമ കാണാൻ ആരെങ്കിലും ഒറ്റയ്ക്ക് പോകുന്നുണ്ടായിരിക്കുമോ എന്ന് ഞാൻ അപ്പോൾ ഒന്നും ആലോചിച്ചിട്ടില്ല. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം സിനിമ കാണുക എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഞാനെപ്പോഴും എൻ്റെ ഫാമിലീൻ്റെ കൂടെയാണ് ചെറുപ്പത്തിലെ ഒത്തിരി സിനിമ കാണാൻ പോയേക്കുന്നത്. അത് അച്ഛനൊക്കെ എപ്പോഴും മിക്കവാറും ഒരു ഫ്രൈഡേ ഈവനിങ് അല്ലെങ്കിൽ ഒരു സൺഡേ ഒക്കെ നമുക്കൊരു ഫാമിലി മൂവി ടൈം ഉണ്ടല്ലോ. അപ്പം നമ്മുടെ ചെറിയ ഫാമിലിയാണ്. അതിനകത്ത് ചെറിയ സന്തോഷം എന്ന് പറയുന്നത് ഇപ്പം സൺഡേ വാങ്ങിക്കുന്ന ഒരു ചിക്കൻ അല്ലെങ്കിൽ ഒരു ബീഫ് അത് കറി വയ്ക്കുക, അത് കഴിക്കുക, പിന്നെ ഒരു സിനിമയ്ക്ക് പോവുക, അങ്ങനെയായിരിക്കും. അപ്പോൾ നമ്മൾ ഒരുപാട് തവണ ഞാനങ്ങനെ അച്ഛൻ ഞങ്ങളെ കൊണ്ട് സിനിമയ്ക്ക് പോയിട്ടുണ്ട് ചെറുതായിരിക്കും. പിന്നെ വലുതാകുമ്പം നമ്മൾ കോളേജ് പഠിക്കാൻ നേരത്ത് കൂടെ പഠിക്കുന്ന ആൾക്കാരുടെ കൂടെ സിനിമ കാണാൻ പോകും. പിന്നീട് നമുക്ക് ഒത്തിരി സുഹൃത്തുക്കളുണ്ടാവും, അപ്പോൾ അങ്ങനെ സിനിമ കാണാൻ പോകും. പിന്നെ എനിക്ക് പിന്നെ ഇതൊരു എല്ലാ സിനിമയും കാണണം എന്നുള്ള ഒരു ആഗ്രഹം ആക്രാന്തം തന്നെ ഉണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ സിനിമ കാണാനും എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും എപ്പോഴും എല്ലാ സിനിമയും കാണാൻ ഇഷ്ടമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ സീരിയസ് സിനിമ കാണാൻ ചിലപ്പോൾ ഇഷ്ടമുള്ള എനിക്ക് സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ ഞാൻ അവരെ വിളിക്കും, ഇന്ന സിനിമ കാണാൻ വരുന്നുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ അവരുടെ കൂടെ പോകും. അല്ലെങ്കിൽ എൻ്റെ ഫാമിലീൻ്റെ കൂടെ തന്നെ ചിലതൊക്കെ ചോദിക്കും, അവർക്ക് ഇഷ്ടമായിരിക്കും, അങ്ങനെ പോകും. പക്ഷേ ലേറ്റർ ഓൺ ഞാൻ പിന്നീട് ഇങ്ങോട്ടേക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബാംഗ്ലൂരേക്ക് ഞാൻ പിന്നെ തന്നെ താമസം മാറിക്കഴിഞ്ഞപ്പോൾ ഞാനിപ്പോൾ ഇവിടെയാണ്. അന്നേരത്തേക്കും നമ്മളുടെ കൂടെ എപ്പോഴും സിനിമ കാണാൻ ഒരാൾ അവൈലബിൾ ആവുക എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടായി തുടങ്ങി. പോരായിട്ട് നമ്മൾ കാണാൻ പോകുന്ന മലയാളം സിനിമയാണ്. അപ്പോൾ ചില സമയത്തൊക്കെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു സിനിമ വന്നു കഴിഞ്ഞാൽ എനിക്കത് അപ്പം തന്നെ പോയി കാണണം. അപ്പോൾ എല്ലാവർക്കും അത് എപ്പോഴും നമ്മുടെ കൂടെ വരാൻ പറ്റിക്കൊള്ളുന്നില്ല. അപ്പം എല്ലാവർക്കും അവനവൻ്റേതായിട്ടുള്ള പ്രയോറിറ്റീസ് ഉണ്ടാവും, കാര്യങ്ങളുണ്ടാവും. ചിലപ്പോൾ ആ സിനിമ കാണാൻ താല്പര്യമേ ഉണ്ടാവില്ല. അന്നേരം നമ്മളിങ്ങനെ ഒരാളോട് ചോദിച്ചിട്ട് എപ്പോഴും ഒരാളിങ്ങനെ വെയിറ്റ് ചെയ്യുമ്പം എനിക്ക് പലപ്പോഴും എന്താ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ റിവ്യൂ കാണാൻ പോകും. അന്നേരം റിവ്യൂവിൽ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അത് സ്പോയിലേഴ്സ് ആയിരിക്കും. പിന്നെ അതല്ലെങ്കിൽ ചെറിയ പോസ്റ്റേഴ്സും കാര്യങ്ങളും ഒക്കെ നമ്മളെവിടെയെങ്കിലും കാണും, ട്രോളുകൾ കാണും, അല്ലെങ്കിൽ സ്പോയിലേഴ്സ് ഉള്ള ഇൻസ്റ്റഗ്രാം പോസ്റ്റുകൾ കാണും. അങ്ങനെ ആ സിനിമേൻ്റെ ഭംഗിയൊക്കെ പെട്ടെന്ന് പോയിപ്പോവും. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എന്താ ഇങ്ങനെ എനിക്ക് സിനിമ ഇറങ്ങിക്കഴിയുമ്പം അതിൻ്റെ ഒരു എസൻസും ചോർന്നു പോകാതെ പെട്ടെന്ന് എനിക്കത് കാണാൻ പറ്റണം. അപ്പം ഞാൻ എന്ത് ചെയ്യും? എനിക്ക് അന്നേരം വേറെ മാർഗ്ഗങ്ങളൊന്നുമില്ല. ഇപ്പം എനിക്ക് മാമന്നൻ കാണാൻ ഭയങ്കരമായിട്ട് ആഗ്രഹം തോന്നി. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾക്കൊന്നും ഫ്രീ അല്ല, അവർക്ക് ഓരോ വർക്ക് കമ്മിറ്റ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്കത് അപ്പം തന്നെ കാണണം. അതൊരു തമിഴ് സിനിമയായിരുന്നു. പിന്നെ അതിനൊരു എന്താ പറയുന്ന ഒരു പിന്നെ ഫഹദ് ഫാസിൽ ഉണ്ടായിരുന്നു, ഒരു വലിയ നല്ലൊരു കാസ്റ്റ് ഉണ്ടായിരുന്നു, വടിവേലു ഉണ്ടായിരുന്നു. അതൊരു സീരിയസ് മൂവിയാണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ എനിക്കത് പെട്ടെന്ന് കാണണം തോന്നി. അന്നേരം ഞാൻ വിചാരിച്ചു ശരി എന്നാൽ പിന്നെ ഒറ്റയ്ക്ക് ഇങ്ങ് കാണാൻ പോയേക്കാം. അങ്ങനെയാണ് ഞാൻ ആ സിനിമ കാണാൻ വേണ്ടിയിട്ട് തിയേറ്ററിൽ പോകുന്നത്. ഫസ്റ്റ് എനിക്ക് ഭയങ്കര മടിയായിരുന്നു. ഈ പറഞ്ഞ പോലെ ഒറ്റയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോകുന്ന ഒരാൾ, അതിനൊക്കെ കഷ്ടമായിരുന്നു എനിക്ക് സിനിമ കാണാൻ പോകുന്നത്. കാരണം സിനിമ എന്ന് പറയുന്ന ഒരു എൻ്റർടൈൻമെൻ്റ് ആണല്ലോ. നമുക്ക് പിന്നെ 2 കമൻ്റ് അടിക്കണം, അല്ലെങ്കിൽ ഇൻ്റർവെല്ലിനൊന്ന്
പുറത്തിറങ്ങിയിട്ട് ഒരു പോപ്കോൺ മേടിക്കണം, അല്ലെങ്കിൽ അപ്പുറത്തിപ്പുറത്ത് ഇരിക്കുന്ന 4 ആൾക്കാരെ വായി നോക്കണം. അപ്പം കൂടെ ഒരാളില്ലാതെ എങ്ങനെ ഇത് ചെയ്യുന്നത് എന്ന് എനിക്കൊരു ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ മുകളിലായിരുന്നു ഈ സിനിമ കാണണം എന്നുള്ളതിൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനെന്നാൽ തന്നെ പോയേക്കാം എന്ന് തീരുമാനിച്ച് ഞാൻ തന്നെ പോയി. പക്ഷേ എൻ്റെ ആ എക്സ്പീരിയൻസ് വാസ് ലൈക്ക് ഭയങ്കര ഒരു ചേഞ്ച് എനിക്ക് ഉണ്ടാക്കി തന്നു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനവിടെ പോയിരുന്നപ്പോൾ തൊട്ട് അതൊരു സീരിയസ് സിനിമ ആയതുകൊണ്ട് എനിക്ക് ആരുടെയും ഇൻ്റർഫിറൻസ് ഇല്ലാതെ, ആരുടെയും കമൻ്റ് ഇല്ലാതെ എൻ്റെ ആസ്വാദനം എൻ്റേതായിരുന്നു. അത് എനിക്ക് ഭയങ്കര നല്ലൊരു എനിക്കെൻ്റെ തീരുമാനങ്ങൾ ആ സിനിമ കഴിഞ്ഞിറങ്ങിയപ്പോൾ എന്താ എനിക്ക് ഫീൽ ചെയ്തതെന്നാണ് ഉള്ളൂ. അല്ലാതെ എൻ്റെ കൂടെ ഉള്ള ഒരാളുടെ അഭിപ്രായത്തിന് ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല ആ സിനിമയുടെ ആസ്വാദനം എനിക്കുണ്ടായത്. എനിക്ക് ഭയങ്കരമായിട്ട് കരച്ചിൽ വന്നു, ഭയങ്കരമായിട്ട് പേടി തോന്നി, ബുദ്ധിമുട്ട് തോന്നി. ഇതൊക്കെ എനിക്ക് സ്വയം ആസ്വദിക്കാൻ പറ്റി. അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര വൾണറബിൾ ആവാൻ പറ്റി. വേറൊരാളുണ്ടല്ലോ എന്ന് വിചാരിച്ച് എനിക്ക് ഇരിക്കണ്ട, എനിക്ക് ഉണ്ടല്ലോ എന്ന് വെച്ചിട്ട് കരച്ചിൽ ഒളിപ്പിച്ച് വെക്കേണ്ട, എനിക്കൊന്ന് ചിരിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ എനിക്ക് ചിരിക്കാം. അതൊരു വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. അതെനിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ ആ പുറത്തിറങ്ങുന്ന എക്സ്പീരിയൻസ് വാസ് ഓൾസോ ലൈക്ക് വെരി ഡിഫറെൻറ്റ്. ഇപ്പോൾ നമ്മുടെ കൂടെ ഒരാളുണ്ടെങ്കിൽ നമുക്ക് അവരോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. ഇന്നിപ്പോൾ ഞാൻ സിനിമ കഴിഞ്ഞിട്ട് ഇറങ്ങിയ 1 മണിക്കൂറിൽ എനിക്ക് സംസാരിക്കാൻ, ഞാൻ ഒറ്റയ്ക്കാണ് സിനിമ കാണാൻ പോയത്, ദൃശ്യമാണ് കാണാൻ പോയത്. നിങ്ങൾ കുറേ പേര് കണ്ടിട്ടുണ്ടാവും അത്. അപ്പോൾ നിങ്ങൾക്കറിയാം അത് കഴിഞ്ഞിറങ്ങുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് ഇങ്ങനെ പറയാനുണ്ടാവും ആൾക്കാരോട്. പക്ഷെ അത് നമുക്ക് പറയാൻ ആരും നമ്മുടെ കൂടെ, നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ അല്ല നമ്മൾ പോയത്. പക്ഷെ അപ്പോൾ ഉണ്ടാകുന്നൊരു സുഖം എന്താണെന്ന് വെച്ചാൽ നമ്മളിതിനെ നമ്മുടെ ഉള്ളിൽ തന്നെ ഇട്ടിട്ടിങ്ങനെ മനനം ചെയ്യുക എന്നൊക്കെ പറയില്ലേ, അതുപോലെ നമ്മൾ ആ സിനിമയോട് നമുക്ക് തന്നെ കുറേ കാര്യങ്ങൾ സംസാരിക്കാനുണ്ടാവും. നമുക്ക് തന്നെ കുറേ അത് നന്നായിരുന്നു, ആ മൊമെൻറ്റിൽ ഞാൻ വിളിച്ചിരുന്നു പോയി, പിന്നെ ഇന്ന മൊമെൻറ്റ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് കുറച്ചും കൂടെ നന്നാവായിരുന്നു, ഈ ആക്ടർ എന്തൊരു ബ്രില്യൻ്റ് ആയിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ എനിക്ക് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ വന്നു. അത് ഞാൻ പറഞ്ഞ പോലെ മാമന്നനാണ് ഞാൻ ആദ്യമായിട്ട് അങ്ങനെ കണ്ടിറങ്ങി കഴിഞ്ഞപ്പോൾ ആ സിനിമയുമായിട്ട് ഞാൻ കൂടെ ഇരിക്കുന്ന പോലെ എനിക്ക് തോന്നിയത്. അതൊരു ഗംഭീര എക്സ്പീരിയൻസ് ആയിരുന്നു. വേറൊരു മനുഷ്യനുണ്ടായിരുന്നെങ്കിൽ എനിക്ക് എൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്ന കുറേ കാര്യങ്ങൾ സിനിമയുടെ കൂടെ ഒഴുകിപ്പോയതുപോലെ, എന്തൊക്കെയോ വിഷമങ്ങളുള്ളതൊക്കെ ഇങ്ങനെ ഒഴുകിപ്പോയതുപോലെ എനിക്ക് തോന്നിയത്. അതിൻ്റെ ആ ഒരു കാഴ്ച അനുഭവം അതിങ്ങനെ ഒറ്റയ്ക്കായതുകൊണ്ടാണ് എനിക്കതുണ്ടായത്. അപ്പോൾ ഈ ഒറ്റയ്ക്കാവുക എന്ന് പറയുന്നത് എപ്പോഴും ലോൺലി അല്ല, നമുക്ക് അതൊരു അലോൺ ടൈം എന്ന് പറയുന്നത് എല്ലാ മനുഷ്യനും വേണ്ടിയ ഒരു കാര്യമാണ്. അന്ന് എനിക്കന്നാണ് മനസ്സിലായത്. പിന്നെ സിനിമ കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞപ്പം ഞാൻ ഫോണൊന്നും യൂസ് ചെയ്യാതെ കുറേ സമയം ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ട്, ഞാനൊരു മോളിലാണ് സിനിമ കാണാൻ പോയത്. അപ്പോൾ അതിൻ്റെ പുറത്ത് ഒരു ലോൺ ഏരിയ ഉണ്ടായിരുന്നു, അവിടെ പോയി ഞാൻ ഇരുന്നു. കുറച്ച് നേരം കാറ്റൊക്കെ കൊണ്ട് ഒരു കോഫിയൊക്കെ വാങ്ങിച്ച് അപ്പോൾ ഞാനിരുന്നു. അതൊരു ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു. അതിനുശേഷം ഞാൻ തീരുമാനിച്ചു, ഓക്കെ ഇനി മുതൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് സിനിമ കാണാൻ പോകും ഒറ്റയ്ക്ക്. പക്ഷെ ഞാൻ ഇന്നേ വരെ ഒരു ഫൺ മൂവി, എൻ്റർടൈൻമെൻറ്റ് മൂവി, അങ്ങനത്തെ ഒരു മൂവി ഞാൻ ഇതുവരെ തന്നെ കണ്ടിട്ടില്ല കേട്ടോ. അത് എനിക്കറിയാം, അതായത് നമ്മൾ കൂട്ടുകാരുടെ കൂടെ പോയിരുന്ന് കാണുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോഴൊക്കെയാണ് ഒരു ഫൺ മൂവി ഭയങ്കര രസമാവുന്നത്. പക്ഷേ ഇങ്ങനത്തെ സീരിയസ് സിനിമകൾ പിന്നീട് ഞാൻ ഒരുപാട് തന്നെ ഇരുന്ന് കണ്ടിട്ടുണ്ട്. അതിൽ ഒത്തിരി ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലേഴ്സ് ഞാൻ തന്നെ പോയി കണ്ടിട്ടുണ്ട്. പിന്നെ അല്ലാതെ ഇതുപോലത്തെ ഒരു പാരലൽ സിനിമ ഞാൻ കണ്ടിട്ടുണ്ട്. ഹൊറർ സിനിമ ഞാൻ തന്നെ ഇരുന്ന് കണ്ടിട്ടുണ്ട്. അതിൻ്റെയൊക്കെ എക്സ്പീരിയൻസ് അൺപാരലലായിരുന്നു. എന്നുവെച്ചാൽ എൻ്റെ അറ്റൻഷൻ വേറെ ആരിലേക്കും ഡിവൈഡ് ചെയ്ത് പോകുന്നില്ല. എൻ്റെ അറ്റൻഷൻ ആ സിനിമയ്ക്ക് വേണ്ടി മാത്രമുള്ളതാണ്. ആ സിനിമ എനിക്ക് തരുന്ന എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വേറെ തന്നെയാണ്. അങ്ങനെയായിരുന്നു ഞാൻ ആ എല്ലാ സിനിമയും കണ്ടത്. പിന്നെ അതിന് ശേഷം നമ്മൾ സിനിമ കഴിഞ്ഞിട്ട് ഇറങ്ങിക്കഴിയുമ്പോൾ ഞാൻ എല്ലാ സമയത്തും മിക്കവാറും 2 മാളുകളിലാണ്, ഞാനിവിടെ അടുത്ത് തന്നെയുള്ള 2 മാളുകളിലാണ് സിനിമ കാണാൻ പോകുക. അപ്പോൾ അതിനുശേഷം ഞാൻ പുറത്തിറങ്ങിയിട്ട് ഇതിൻ്റെ അകത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്റ്റേഷനറി ഷോപ്പുണ്ട്, സപ്ന എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ ഭയങ്കര രസമുള്ള ബുക്കുകളിലെ നോട്ട് ബുക്കുകൾ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അതിൽ കൂടെയൊക്കെ ഞാൻ ചുമ്മാ ഞാൻ നടക്കും. ഒത്തിരി സ്റ്റേഷനറി സാധനങ്ങൾ വാങ്ങിക്കാൻ വെച്ചിട്ടുണ്ട് അവിടെ. പലതരത്തിലുള്ള പേനുകൾ, കളർ പെൻസ്, പിന്നെ പേപ്പർ ബൈൻഡേഴ്സ്, പല 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 ഇങ്ങനെ സ്റ്റേഷനറി സാധനങ്ങളുടെ ഒരു വലിയ കടയാണ്. അപ്പോൾ ബാംഗ്ലൂരുള്ളവർക്ക് സപ്ന അറിയായിരിക്കും. അപ്പോൾ അതിൽ കൂടെ ഇങ്ങനെ നടക്കും. എന്നിട്ട് ചിലപ്പോൾ റാൻഡമായിട്ട് എന്തെങ്കിലും സാധനം ഞാൻ വാങ്ങിക്കും.
പിന്നെ ഞാനൊരു ചായ കുടിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും വേറെ എന്തെങ്കിലും കഴിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ കഴിക്കും. അപ്പോൾ അതൊരു എൻ്റെ ഒരു ഡേറ്റ് പോലെ, അതായത് സോളോ ഡേറ്റ് വിത്ത് മീ. അതൊരു മനോഹരമായിട്ടുള്ളൊരു എക്സ്പീരിയൻസാണ്. അതിനുശേഷം തിരിച്ച് വീട്ടിലോട്ട് നടക്കുന്ന എൻ്റെ പേസിലാണ് ഞാൻ നടക്കുന്നത്. ആ സിനിമയോടൊപ്പമാണ് അന്ന് ഞാൻ സഞ്ചരിക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും ഇതുവരെ തന്നെ ഒരു സിനിമ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് നിങ്ങളത് കണ്ടു നോക്കണം. കാരണം നിങ്ങളോടൊപ്പം നിങ്ങളിരിക്കുന്ന ആ സമയം അതൊരു തനിച്ചിരിക്കണം അങ്ങനത്തേതല്ല, അതൊരു ഭയങ്കര മനോഹരമായിട്ടുള്ള സമയമാണ് നിങ്ങളോടൊപ്പം ഇരിക്കുന്ന സമയം. അങ്ങനെ ഒന്നിരുന്ന് നോക്കിയിട്ട് എന്നോട് കമൻറ്റ്സ് പറയുമോ, നിങ്ങൾ തനിയെ സിനിമ കാണാൻ പോയോ, ഇതുവരെ കണ്ടിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ എക്സ്പീരിയൻസ്, എന്നെപ്പോലെ തന്നെ നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടോ, ഇനിയും കൂടുതൽ നിങ്ങളത് ചെയ്യുമോ. ഡെഫിനറ്റ്ലി ഞാൻ ഇനിയും ഒരുപാട് സിനിമകൾ തന്നെ കാണും. ഐ എൻജോയ് മൈ ഓൺ കമ്പനി. നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പനി ഇഷ്ടമാണോ? ഇങ്ങനെയുള്ള ഒരുപാട് കഥകൾ ഇനിയും സംസാരിക്കാം, കേൾക്കാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യല്ലേ. ഇനിയുള്ള കുറേ ഫൺ കാര്യങ്ങളുമായിട്ട് നമുക്ക് ഇനിയും വരാം. അപ്പോൾ പിന്നെ കാണാം.